ആക്ഷേപങ്ങൾക്ക് മുഴുവൻ, അതായത് പണം വാങ്ങി ആരെങ്കിലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഴുവൻ ആളുകളും വിജിലൻസിൽ പോയി പരാതി കൊടുക്കണം. ആ വാങ്ങിയ ആൾക്കെതിരെ കേസ് കൊടുക്കണം. ആ കേസ് എടുക്കണം, അതിനകത്ത് നടപടികൾ ഉണ്ടാവണം, ഒരു തർക്കമില്ല. പക്ഷേ ഈ പണം പാർട്ടിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് വേണ്ടിയാണോ എന്നുള്ളത് വ്യക്തത വരുത്തണം. ആ വ്യക്തികൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ വ്യക്തികൾക്കാണ്. പണം വാങ്ങിയവർ ഇപ്പോഴും കോൺഗ്രസിനൊപ്പമുണ്ടോ? അതല്ല, എല്ലാവരെയും നിങ്ങൾ പുറത്താക്കി എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ? അവരിൽ ആരെങ്കിലും ഇപ്പോഴും കോൺഗ്രസിലുണ്ടോ? അല്ല, ഞാൻ ഇപ്പോൾ പറയുന്നതിൽ ഒരാൾ പുറത്തുണ്ട്, 2 പേര് പുറത്തുണ്ട്. ഇനി ഇതിനകത്ത് അജിംസയെ പോലീസ് അന്വേഷിക്കട്ടെ. പണത്തിൻ്റെ സോഴ്സ് കിട്ടിയാൽ പോയ വഴി നമുക്ക് കിട്ടുമല്ലോ. ആ വഴി കിട്ടട്ടെ. ആ വഴി കിട്ടുമ്പോൾ ചിലപ്പോൾ അജിംസിനൊരു സർപ്രൈസ് പോലെ കുറച്ച് CPM നേതാക്കൾ കൂടി പൈസ കിട്ടിയിട്ടുണ്ടെങ്കിലോ, അങ്ങനെ കുറച്ച് ആളുകൾക്കും കൂടിയും ഉണ്ടെങ്കിലോ, ഇനിയിപ്പോൾ CPM പാർട്ടിക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ടൊരു പരാതി ഇപ്പോൾ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലോ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടൂലേ ഈ പണം പോയ വഴികളൊക്കെ. അപ്പോൾ പണം പോയത് ചില വ്യക്തികൾ കേന്ദ്രീകരിച്ചാണ്. ആ വ്യക്തികൾ ആർക്കൊക്കെ കൊടുത്തു വ്യക്തികളാണെങ്കിൽ പിന്നെ അവര് ഈ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണെങ്കിൽ പിന്നെ CPM-ന് കാശ് കൊടുക്കുന്നത് എന്തിനാണ് സംഷാദ്? അപ്പം ഞാൻ നേരത്തെ പ്രകാശ് മാഷോട് ചോദിച്ച അതേ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ എങ്ങനെയാണ് CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാരുടെ മക്കൾക്ക് ജോലി കിട്ടിയത്?